സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിന്ന് നേരെ ഒരു കല്യാണ ഓട്ടമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നേരെ നമ്മുടെ കല്യാണ ഓട്ടത്തിന് പോവാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ നിലവിൽ നമ്മുടെ പ്രൊഡേറ്റർ ഉണ്ട്. ബസൂക്കയുടെ പുതിയ ബസ്സാണ് പ്രൊഡേറ്റർ, 9 വൈറ്റഡ് ബസ്സാണ് കേട്ടോ. അപ്പോൾ 9 വൈറ്റഡ് ബസ്സിൻ്റെ റിവീലിംഗ് ഇന്നലെയായിരുന്നു. എന്തായാലും 9 വൈറ്റഡ് ബസ് ഇതാണ് കേട്ടോ. റിവീലൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്തായാലും 9 വൈറ്റഡ് ബസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടി ഇനി ഒരാളും കൂടെ വരാനുള്ള ചാൻസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരാളും കൂടെ വരാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ പുതിയൊരു ബസ്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ ബസ് വരുമ്പോൾ എന്തായാലും ഒരു ചെറിയ സിനിമാറ്റിക് വീഡിയോ എടുക്കാം. കാരണം അവൻ റിവീലിംഗ് ഒന്നും ചെയ്തില്ല ഇതുവരെ. അപ്പോൾ അവനോട് ഞാൻ പെർമിഷൻ എല്ലാം ചോദിച്ചിട്ടാണ് അവൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ റിവീലിംഗ് ഇന്ന് തന്നെ ഇപ്പോൾ ഈ വീഡിയോക്കകത്തൊക്കെ നടത്താനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ ബസൂക്കയുടെ പുതിയ ബസ് ഇനി വരുന്നിടം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മളെന്തായാലും കാര്യം ഇവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോഴേ അവനങ്ങ് വരും. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് കയറ്റി പെട്രോൾ അടിക്കട്ടെ. നമ്മൾ 9 വൈറ്റ് പെട്രോൾ അടിക്കാനായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നേരെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പെട്രോൾ അടിക്കുവാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് പെട്രോൾ അടിക്കുന്ന സമയം കൊണ്ട് അവൻ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പെട്രോൾ അടിക്കുന്ന സമയം കൊണ്ട് അവൻ വന്നാൽ മതി. പെട്രോൾ അടിക്കുന്ന സമയം കൊണ്ട് വന്നാൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് അവിടെ എത്താവുന്നതാണ്. ഇപ്പോൾ എന്തായാലും പെട്രോൾ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് പാർക്ക് ചെയ്യുക. ലെഫ്റ്റ് ആ ഒരു സ്ഥലമില്ല, അങ്ങോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക. ഞാൻ എന്തായാലും 9 വൈറ്റ് ഇവിടെ നിന്ന് പറയട്ടെ. 9 വൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. പെട്ടെന്ന് കേട്ടോ, പെട്ടെന്ന് പാർക്ക് ചെയ്യും. കൊണ്ടത് പാർക്ക് ചെയ്യാനോ? ഓക്കെ 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 പാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ തന്നെ പെട്ടെന്ന് കൊണ്ടത് പാർക്ക് ചെയ്യാം. പുതിയ വണ്ടിയുടെ ഓണർ പറഞ്ഞ് വണ്ടി വന്ന് സെറ്റാ. അപ്പോൾ നമ്മൾ ചെറിയൊരു സിനിമാറ്റിക് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം സിനിമാറ്റിക് വീഡിയോ എല്ലാം നമ്മൾ ഈ വീഡിയോക്കകത്ത് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും അതെല്ലാം പോയി കാണണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബസ് ഇതാണ് കേട്ടോ. നമ്മുടെ ബസ് എന്ന് പറയുന്നത് ഇതാണ്, ബസൂക്ക ഫാൻറ്റോ എന്നാണ് ബസ്സിൻ്റെ പേര്. അപ്പം 3 ബസ് ഇവിടെ കിടപ്പുണ്ട്. 3 പുതിയ ബസ് തന്നെയാണ്. എൻ്റെ പിന്നെ ഏകദേശം ഒരു 2-3 ആഴ്ചയായി കാണും നമ്മുടെ ഈ എൻ്റെ ബസ്സിൻ്റെ റിവീലിംഗ് കഴിഞ്ഞിട്ട്. പിന്നെ പ്രൊഡേറ്ററിൻ്റെ റിവീലിംഗ് ഇന്നലെയായിരുന്നു, ഇതിൻ്റെ റിവീലിംഗ് ഇന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ചെറിയ റിവീലിംഗ് കൂടെ നടത്തി. അപ്പോൾ എന്തായാലും കല്യാണ ഓട്ടത്തിന് ഞാനാണ് അവനെ വിളിച്ചത്. കാരണം ഇപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് പേര് ആ വണ്ടിക്കകത്തും കുറച്ച് പേര് ഈ വണ്ടിക്കകത്തും കുറച്ച് പേര് പ്രൊഡേറ്ററിലും കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സിറ്റി വരെയാണ് ഗൈസ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും സിറ്റി വരെ വണ്ടി ഓടിച്ച് പോകണം. ഇനി എന്തായാലും നമുക്ക് സിറ്റി വരെ വണ്ടി ഓടിക്കണമല്ലോ. അപ്പോൾ എനിക്ക് വഴി അറിയാത്തതുകൊണ്ട് സിറ്റിയിൽ പോകുന്ന വഴി അറിയാം, പക്ഷേ സ്ഥലം എവിടെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് നമ്മുടെ പ്രൊഡേറ്ററിൻ്റെ അടുത്താണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചെറുക്കത്തോട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ് അത്, പാട്ടൊന്നുമില്ല, ചുമ്മാ ഇട്ടേക്കണം. എന്തായാലും ഞാൻ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തിക്കാനായിട്ടുള്ള പ്ലാനാണ്. അവനും എന്തായാലും നമ്മുടെ പറയുന്നുണ്ട്. ഇത് ഡോൺ ഓഫ് ബസൂക്ക എന്നാണ് അവൻ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിപ്പോൾ ബസൂക്ക കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടൊരു ബസ്സാണ് വേണ്ടത്. ഞാനല്ല അഡ്മിൻ. എല്ലാവരും എന്നോട് വന്നാണ് ചോദിക്കുന്നത് ബസൂക്ക കയറ്റാവുമെന്ന്. ഞാൻ അഡ്മിൻ അല്ലാത്തതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്തായാലും ഞാൻ നേരെ വിടട്ടെ. നമ്മുടെ പ്രൊഡേറ്ററിൻ്റെ പുറകിൽ അങ്ങ് പോവുകയാണ്. പ്രൊഡേറ്ററിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽ എന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ പ്രൊഡേറ്ററിൻ്റെ പുറകിൽ നൈസിനങ്ങ് കത്തിക്കട്ടെ. പ്രൊഡേറ്ററിൻ്റെ പുറകിനങ്ങ് പോവുകയാണ് നമ്മൾ നൈസിന്. അപ്പോൾ പ്രൊഡേറ്റർ എന്തായാലും നമുക്കെല്ലാം അവിടെ ചെല്ലട്ടിനി. നമ്മൾ അത്യാവശ്യം നല്ല ഇവിടുന്ന് അത്യാവശ്യം ലോങ് ഉണ്ടല്ലേ. ഈ ഇവിടെ ചെറിയൊരു ടോൾ പാസ് പോരുണ്ട്, അതാണ് ഇച്ചിരി സീൻ. നമ്മുടെ പ്രൊഡേറ്റർ അവിടെ ഇടിച്ച്, പ്രൊഡേറ്ററല്ല, ഞാൻ ഇടിച്ച് കഴിച്ച്. പൊന്ന് കഴിച്ച് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഇടിച്ച്. നമ്മുടെ ഫാൻ്റെ അവിടെ ചെറുതായിട്ട് ഇടിച്ച് കിടപ്പുണ്ട്. അപ്പം പ്രൊഡേറ്റർ കണ്ടപ്പോൾ ഇന്ന് കത്തിക്കുന്നുണ്ട്. പ്രൊഡേറ്ററിനല്ല വണ്ടി കൺട്രോളാണ് കേട്ടോ. പ്രൊഡേറ്ററെല്ലാം പക്കായിട്ടാണ് വണ്ടിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ 9 വൈറ്റ് പണ്ട് തൊട്ടേ വണ്ടി ഓടിക്കാൻ ഭയങ്കര കേമനാണ്. എനിക്ക് പിന്നെ ഈ ബസ് ഓടിക്കുന്ന കാര്യം എന്നോട് പറയുകയേ വേണ്ട. കാരണം എനിക്ക് അത്ര വലുതായിട്ട് അറിയത്തില്ല. ഇന്നത്തെ കൺട്രോളും കിട്ടത്തില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവിടെ ഒരു ടോള് പോലൊരു സാധനമുണ്ട്, ഇതിലൊന്ന് ഇടിച്ച് കയറ്റാൻ ഇരുന്നാൽ മതി.
ഞാൻ എന്തായാലും അവിടുന്ന് ബ്രേക്ക് പിടിച്ചിട്ടാണ് ഇവിടെ നിന്നത്. അതൊക്കെയാണ് ഗൈസ്. അതുകൊണ്ട് ഇങ്ങോട്ട് റൈറ്റ് എടുക്കുന്നുണ്ട്, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് പോകേണ്ടത്. ഞാനിപ്പോൾ എന്തായാലും നേരെ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോട്ടെ. അങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത്. അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ഈ ആൾക്കാരെ എല്ലാം ഇറക്കി ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്തോട്ട് ഒതുക്കി ഇടണം. എന്നിട്ട് തിരിച്ചവരെ ഇൻ്റർസ്റ്റേറ്റിൽ തന്നെ കൊണ്ടുവരണ്ടായോ ഗൈസ്. എന്തായാലും നമ്മൾ നയംവൈറ്റിയുടെ പുറകിന് പോയിട്ട് ഈ സൈഡിലോട്ടങ്ങ് നേരെ ഇട്ടിട്ട് അവരെ അങ്ങ് ഇറക്കി വിടട്ടെ ഗൈസ്. എന്തായാലും ഞാൻ ഇനി അവരെ ഇറക്കി വിടട്ടെ. എന്തായാലും നമുക്കിനി ഇറക്കി വിടട്ടെ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ എന്തായാലും ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെയൊക്കെ ഇറക്കി വിട്ടിട്ട് തന്നെ ഇനി നൈസിന് നമുക്ക് അങ്ങോട്ടെങ്ങാണ്ട് മാറ്റിയിടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ആ നൈസിനെ പുറയിലോട്ട് അവിടോട്ടൊരു സ്ഥലമുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് കൊണ്ടിട്ടേക്കാം. നയംവൈറ്റ് ചെറുതായിട്ട് പെട്രോൾ അടിക്കാൻ പോയിക്കുവാണ്. അവിടെ നിന്ന് ഇങ്ങ് വരെ വന്നപ്പോൾ നയംവൈറ്റിയുടെ പെട്രോൾ തീർന്ന്. അപ്പോൾ എന്തായാലും നയംവൈറ്റ് പെട്രോൾ അടിച്ചിട്ട് ഇങ്ങ് വരും. നമ്മുടെ ഫാൻറ്റോ ഇപ്പോൾ വരും കേട്ടോ. ഫാൻറ്റോ ഇപ്പം ഉടനെ വരും. അപ്പോൾ നമ്മുടെ നയംവൈറ്റ് എന്തായാലും ഇവിടെ ഉണ്ട്. ഫാൻ്റെ എന്നാണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അവിടെ കിടപ്പുണ്ട് നമ്മുടെ ഫാൻറ്റും. ഞാൻ വന്നതൊന്നും കണ്ടില്ല. ഫാൻ്റെ എന്തായാലും അവിടെ കിടപ്പുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നയംവൈറ്റ് ഡ്രോൺ വെച്ചൊന്ന് നോക്കട്ടെ അതിലേക്കൂടെ എങ്കിലും വരുന്നുണ്ടോയെന്ന്. ഇതിലേക്കൂടെ അങ്ങ് വരുന്നില്ല നയംവൈറ്റ്. നയംവൈറ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഡ്രോൺ വെച്ച് ഇതിലേക്കൂടെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ നൈസിനെയുടെ നയംവൈറ്റ് ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കൂടെ കാണാൻ വരുന്നുണ്ടോ എന്നൊന്നിങ്ങനെ നോക്കട്ടെ. അതിലേക്ക് അതാണ്ടൊക്കെ അതാണ്ട് വരുന്നു നമ്മുടെ നയംവൈറ്റ് അപ്പം അതിലേക്കൂടെ വരുന്നുണ്ട്. നയംവൈറ്റ് ഇവിടെ നൈസിന് വരുന്നുണ്ട്. പക്ഷേ എനിക്കതൊക്കെ ബഗ്ഗടിച്ച് കേട്ടോ. നമ്മുടെ ഫാൻ്റെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഫാൻ്റെ നേരത്തെ അങ്ങ് വന്നിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. ഞാൻ പിന്നെ അത് കണ്ടില്ല. അതാണ് കിടക്കുന്നത് നമ്മുടെ ഫാൻറ്റൻ ചെറുക്കൻ എന്തായാലും നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. ഫാൻ്റെ ഒന്നും ഉടുപ്പിടാൻ മറന്നു പോയടാ ഇവൻ. അതേ ചെറുതായിട്ട് ഉടുപ്പിടാൻ മറന്നുപോയി. രാവിലെ എണീറ്റപ്പോൾ ഉടുപ്പ് ചെറുതായിട്ട് നിന്നാൻ മറന്നുപോയി. അതറിയില്ല, പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ ഞാനിനി വന്നില്ല. എന്തുവാടി ഉടുപ്പിടാനൊക്കെ മറന്നുകൊണ്ട് ഇവൻ ഉടുപ്പിടാതൊക്കെയാണ് കല്യാണ ഓട്ടത്തിന് വന്നത്. അപ്പോൾ പ്രെഡേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വാൾക്കെയർ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പുഷപ്പ് അടിക്കുന്നതിന് എൻ്റെ വാൾക്കെയർ കയ്യൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. വാൾക്കെയർ കയ്യൊക്കെ അടിച്ച് പാസ്സാക്കി നമ്മളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് പുഷപ്പ് എടുത്തതിന്. അതാണ്ട് നയംവൈറ്റിയുടെ ഇനി എന്തൊക്കെ കണ്ടു വരുമെന്ന്. ആ നയംവൈറ്റിയായിട്ട് ഇവിടെ നിന്ന് എന്താണ് കാണിക്കുന്നത്? അതൊന്നുമില്ല. ഇവിടം വരെ ജീവനോട് ഇനി വരാൻ പറ്റിയതിൻ്റെ സന്തോഷം, ഇതിനകത്തുള്ള ആൾക്കാർ ജീവനോടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് ഞാനങ്ങനെ കാണിച്ചത്. ജീവനോട് ഇനി വരാൻ പറ്റിയതിന് സന്തോഷം? എന്താണ് ഇതൊക്കെ? ജീവനോട് വരാൻ പറ്റിയതിന് വരെയൊക്കെ സന്തോഷം കൊള്ളാം. എന്തായാലും ജീവനോടെ വരാൻ പറ്റിയതിനുള്ള സന്തോഷം കൊണ്ടൊക്കെ എന്തൊക്കെ കാണിക്കണേ. അപ്പോൾ നമ്മളെന്തായാലും ആളെ കയറ്റിയിട്ട് നേരെ നമ്മുടെ ഇൻ്റർസ്റ്റേറ്റിലേക്ക് വിടുവാണ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ നയംവൈറ്റിയും പിന്നെ നമ്മുടെ വാൾക്കെയറും നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നേരെ അങ്ങോട്ട് വിടുവാണ്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് വിടണം. ഇപ്പോൾ തന്നെ നമ്മൾ 2-3 മണിക്കൂറായി ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് അവിടെ വിടണം. അവരെ കൊണ്ട് വിട്ടിട്ട് വേണം ഇനി നമുക്ക് വീഡിയോ ഒക്കെ ബൈൻഡപ്പ് ആക്കാൻ. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. 10 മിനിറ്റ്സോളമായി. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ ബൈൻഡപ്പ് ആക്കേണ്ട സമയമൊക്കെ ആയി വരുന്നു. എന്തായാലും അവരെ കൊണ്ട് നമ്മളെ ഇറക്കിയിട്ട് വേണം നമ്മുടെ വീഡിയോ ഒക്കെ ബൈൻഡപ്പ് ആക്കാൻ. ഇവിടെ എന്തായാലും ഒരു ടോൾ പാസയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ടോളും കൂടെ കടന്ന് പോയാലേ നമുക്ക് കറക്റ്റിനെങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നേരെ ഇവിടുത്തെ ആ ടോളി ഓടിച്ചില്ല ഗൈസ്. നമ്മളപ്പോൾ ഇടിക്കാതെ നൈസിനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഒറ്റ സ്പീഡിൽ തന്നെ നേരെ ഇവിടെ നിന്ന് കത്തിക്കുവാണ് കേട്ടോ. നമ്മളപ്പോൾ എന്നോട് ചോദിച്ചാൽ എവിടെയാണ്, ഞാൻ ചോദിച്ച് എവിടെയാണ് കൊണ്ടുവിടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇറക്കിയെടുത്ത് തന്നെ കയറ്റിയെടുത്ത് തന്നെ കൊണ്ടുവിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ കയറ്റിയെടുത്ത് തന്നെ കൊണ്ടുവിടട്ടെ. അപ്പോൾ നമ്മുടെ ആ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ നൈസിന് റൈറ്റിൽ കൂടെ കാണുന്നത് അത് ഇറങ്ങുന്ന സ്ഥലമാണ്. എന്നാലും ഞാനിനി ഇതിലെ കൂടെ അങ്ങ് കയറ്റുവാണ്. ഇനി അപ്പുറത്തൂടെ കറങ്ങി പോകണ്ടല്ലോ. എന്തായാലും ഞാൻ ഇവിടോട്ട് എന്തായാലും കൊണ്ടങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കില്ല അവിടോട്ട് കൊണ്ടങ്ങ് ഇറക്കാം. ഇവിടോട്ട് നൈസിന് കൊണ്ടങ്ങ് ഇറക്കാം. ഓക്കെ, അപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അവരെ നമ്മൾ ഇറക്കിയിട്ട് ഇനി നമ്മൾ അവന്മാരും കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അവന്മാർ നമ്മുടെ പുറകിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി ഇതേ കൂട്ടത്തെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.